നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പമ്പ തീരത്തെ പുലിമുഖം ഹാച്ചറിയിലേക്കാണ് ഇന്ന് ഹരിതം സുന്ദരം യാത്ര പോകുന്നത്. വർണ്ണ മത്സ്യങ്ങൾക്കും വളർത്തു മത്സ്യങ്ങൾക്കും വിടരുവാനും അടരുവാനും ഉതകുന്ന ഇടമാണ് പമ്പ തീരത്തെ പുലിമുഖം ഹാച്ചറി. വരാലും കാരിയും കൂരിയുമൊക്കെ ഇവിടെ വിടർന്ന് നിറയുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങൾക്കും പമ്പാ നദിയുടെ ഓളങ്ങൾ തോഴരാകുന്നുണ്ട്. നാടൻ മത്സ്യങ്ങളെയും വർണ്ണ മത്സ്യങ്ങളെയും വളർത്തുന്ന ഈറ്റില്ലമായ പമ്പാ തീരത്തെ പുലിമുഖം ഹാച്ചറിയിലെ കാഴ്ചകൾ കാണാം. ഹരിതം സുന്ദരം തകഴിയിൽ നിന്നും. പാപം മരിച്ചിടാൻ പമ്പ, പാപം മറിച്ചിട്ടാൽ പമ്പ എന്നാണ് കവിവചനം. മനുഷ്യരാശിയുടെ 1000 പാപങ്ങളെ ഒഴുക്കിക്കളയുന്നുണ്ട് ഈ നദി. സഹ്യപർവ്വതത്തിൻ്റെ ഉറാനിൽ പിറന്ന് അങ്ങ് നീണ്ടു നീണ്ട് ഒഴുകി ഒഴുകി നാൾക്കുനാൾ. പാപനാശിനിയായ പമ്പ പുണ്യദായിനി കൂടിയാണ്. അത്തരം പുണ്യങ്ങളുടെ നേർസാക്ഷ്യം പമ്പ ചെന്ന് വേമ്പനാട്ട് കായലിലേക്ക് പതിക്കുന്ന ഇടത്ത് കാണാം. ഏഴാറ്റുമുഖത്ത് നിന്നും ഏതാനും വാര അകലെ തകഴിയിൽ പുലിമുഖം എന്ന വീടുണ്ട്. ഇന്നും മത്സ്യകൃഷി രംഗത്തെ പുലികളായി നിൽക്കുന്നുണ്ട് പുലിമുഖത്തെ തറവാട്ടുകാർ. അതിൻ്റെ ഇളം തലമുറ ഇതാ ഹാമിയായും സാനിയുമൊക്കെ ഇവിടെയുണ്ട്. 28 അടിയോളം ആഴമുണ്ട് തകഴിയിൽ എത്തുമ്പോൾ പമ്പയ്ക്ക്. മത്സ്യകൃഷിക്ക് ഏറ്റവും യോജിച്ച ഇടം തന്നെ. പ്രകൃതിയുടെ നൈസർഗീയത അത്രയും മത്സ്യങ്ങളെ തഴുകി അങ്ങനെ ഒഴുകും. അതിനപ്പുറം ഇനി എന്താണ് വേണ്ടത്? തകഴിയിലെ മരങ്ങളുടെ കുളിർക്കാറ്റ് പമ്പയിൽ ലയിച്ചു ചേരും. പ്രാണവായു അങ്ങനെയും സമൃദ്ധമാകും. ഇടവപ്പാതി എത്തിയാൽ പമ്പയ്ക്ക് പിന്നെ നോട്ടമില്ല. അത് ഇരച്ചങ്ങനെ ഒഴുകും. പുലിമുഖം ഹാച്ചറിയിലേക്ക് ചെന്നു. നാട്ടുമത്സ്യങ്ങളുടെ കലവറയാണ് പുലിമുഖം ഹാച്ചറി. പ്രജനനത്തിനും പരിപാലനത്തിനുമൊക്കെ പ്രത്യേകം ഇടങ്ങൾ. ഹാച്ചറി എന്നാൽ മത്സ്യങ്ങളുടെ ഈറ്റില്ലമാണ്. യഥാർത്ഥത്തിൽ മത്സ്യങ്ങളുടെ പ്രസവപ്പുര. മത്സ്യങ്ങളെ അത്രയും പരീക്ഷിച്ച് ഒടുവിൽ പുലിമുഖംകാർ ചെന്നു നിന്നത് 4 മത്സ്യങ്ങളിലാണ്. വരാലും മുഷിയും ചേറുമീനും അനബസും. അതിലൊക്കെയും നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഹാച്ചറിയിൽ നിറയെ FRP ടാങ്കുകൾ, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ടാങ്കുകൾ. ഒരു ചെറിയ ജലജീവശാലയാണ്. ചെറുതെന്ന് പറഞ്ഞാൽ പോരാ, ഒരു വലിയ അക്വേറിയം തന്നെ അവ. മത്സ്യങ്ങൾക്ക് വേണ്ടതത്രയും അവിടെയുണ്ട്. ജലത്തിൻ്റെ അസ്വാഭാവിക സംക്രമണം, ജലത്തിലേക്ക് ലീനമാകുന്ന പ്രാണവായു, ജലത്തിൻ്റെ സൂക്ഷ്മ സാങ്കേതികതകൾ, അതൊക്കെയും FRP ടാങ്കിൽ നിലനിർത്തണം. മത്സ്യങ്ങളിലെ താരം മുഷി തന്നെ. കുട്ടനാട്ടിൽ മുഷി എന്നാൽ ഒരു താരം തന്നെയാണ്. 4-5 മുഷി മത്സ്യങ്ങളെ ഒരു വാഴനാരിൽ കോർത്ത് വഴിയരികിൽ നിന്ന് മത്സ്യപ്രേമികളെ കൊതിപ്പിക്കുന്ന പതിവ് കുട്ടനാടിൻ്റെ തെരുവോരങ്ങളിലുണ്ട്. ക്ലാരിയസ് ഡുസുമേരി എന്നാണ് മുഷിയുടെ ശാസ്ത്രനാമം. അത് വലിയ മുഷിയല്ല, നാടൻ മുഷി തന്നെ. സാക്ഷാൽ രുചിരാജൻ. സഹ്യപർവ്വതത്തിലെ നദികളിൽ ഉത്ഭവിച്ച് അങ്ങ് കർണാടകയിലെയും പോണ്ടിച്ചേരിയിലെയും ഗോവയിലെയും ഇടങ്ങളിൽ വരെ നീണ്ടിട്ടുണ്ട് മുഷിയുടെ വിലസൽ. പൂർണ്ണമായും അന്തരീക്ഷവായു ശ്വസിക്കുന്ന മത്സ്യമാണ് മുഷി മത്സ്യം. കാറ്റ്ഫിഷ് അഥവാ പൂച്ച മത്സ്യ വിഭാഗത്തിലാണ് മുഷി മത്സ്യങ്ങൾ ഉൾപ്പെടുക. നീണ്ടു നിൽക്കുന്ന മീശയാണ് ഇവരുടെ പ്രത്യേകത. മെയ് മുതൽ നവംബർ മാസങ്ങൾ വരെയാണ് മുഷിയുടെ പ്രജനനം. കുട്ടനാട്ടിൽ മുഷിയുടെ പ്രജനനമെന്നാൽ ഒരു ഉത്സവകാലം തന്നെ. പണ്ട് ഓണാട്ടുകര മുതൽ അങ്ങ് കുട്ടനാട് വരെ നീണ്ടുകിടക്കുന്ന കുളങ്ങളിൽ മുഷി വ്യാപിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയും നാട്ടുമത്സ്യമെന്ന നിലയിൽ അടുക്കളക്കുളത്തിലെ മത്സ്യമായിരുന്നു. പ്രകൃതിദത്ത പ്രജനനമാണ് മുഷിയുടേത്. അതങ്ങനെ ദേശാടനം നടത്തി നീണ്ടു പോകും. കുളങ്ങളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പുല്ലുകളിലേക്കും ചതുപ്പുകളിലേക്കും മുഷി ചെന്നു കയറാറുണ്ട്. അവിടങ്ങളിലാണ് മുട്ട നിക്ഷേപിക്കുക.
1 കിലോ ഭാരം വരുന്ന മുഷിക്ക് 70,000 മുട്ടകൾ വരെ നിക്ഷേപിക്കുവാനാകും. 18 മണിക്കൂർ കൊണ്ട് തന്നെ മുഷിയുടെ മുട്ടകൾ വിരിഞ്ഞെത്തും. എന്നാൽ പ്രേരിത പ്രജനനത്തിനും മറ്റും മുഷിയെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളുടെ ചുമതല പുലിമുഖം ഹാച്ചറിയിൽ മകൻ സാനിക്കാണ്. ജലകൃഷി വിദഗ്ധനായ സാനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേക അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇൻഡ്യൂസ് ബ്രീഡിംഗ് ടെക്നോളജികൾ എല്ലാ മത്സ്യങ്ങൾക്കും പരീക്ഷിക്കുന്നുണ്ട്. കിട്ടുന്ന എല്ലാത്തിലും. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് എന്നങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. നാച്ചുറലായിട്ട് ചിലപ്പോൾ 500 മുട്ട ഇടുന്നു. നിങ്ങളിപ്പോൾ ഗൊണോഡോട്രോപ്പിനൊക്കെ കുത്തി വെച്ചിട്ട് 1500 ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ 500 കെട്ടിയോളെങ്കിലും നിങ്ങൾ പറയുന്നത് ഇൻഡ്യൂസ് ബ്രീഡിങ്ങിലാണെന്ന്. അതെ, അങ്ങനെ മനസ്സിലാവും. പക്ഷേ എങ്ങനെ അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും സീഡിൻ്റെ ക്വാളിറ്റി നമുക്ക് സെയിം ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ ബ്രീഡിങ് ചെയ്യുന്ന സീഡ്സ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് ചെയ്യുന്ന സീഡ്സ് ആണെങ്കിലും ഒരു അപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് അത് എങ്ങനെ ചെയ്ത സീഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കള്ളത്തരങ്ങൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡ് ചെയ്ത ഫിഷ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലിപ്പോൾ പ്രസിദ്ധമാണ്. ആന്ധ്രയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന വൈൽഡ് കോട്ടായിട്ട് കളക്ട് ചെയ്യുന്ന വരാൽ ഫിഷസ് കേരളത്തിൽ ഇവിടെ ബ്രീഡ് ചെയ്താണെന്നും പറഞ്ഞ് ഒത്തിരി വിൽപ്പന നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൾച്ചർ ചെയ്യുന്ന ഇപ്പോൾ ഇവിടുത്തെ സീഡാണെങ്കിൽ നമ്മളിപ്പോൾ 7 മാസം കൊണ്ട് ഒരു 1 kg ഫിഷ് 1 kg നമുക്ക് ഫിഷിന് കിട്ടുന്നുണ്ട്. അതേസമയം അത് ആന്ധ്ര വരലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ വളരെ നേരത്തെ ഫിഷാണ്, വലിപ്പം വെക്കില്ല. അപ്പോൾ ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നശിച്ചു പോകുന്നത്. മുഷിയുടെ കൃഷി വ്യത്യസ്തമാണ്. 1000 ലിറ്റർ വെള്ളത്തിൽ 200 മുതൽ 300 വരെ മുഷിയെ നിക്ഷേപിക്കാം. ജലത്തിലെ ലീനമായ പ്രാണവായുവിൻ്റെ അളവ് തന്നെ മുഷിക്ക് വേണമെന്നില്ല. അന്തരീക്ഷവായു യഥേഷ്ടം ശ്വസിച്ച് മുഷിക്ക് ജീവിക്കാം. എന്നാൽ ബ്രീഡിംഗ് അഥവാ പ്രജനനത്തിന് ഒരു ആൺമത്സ്യവും ഒരു പെൺമത്സ്യവും തന്നെ നല്ലത്. അതൊക്കെയും FRP ടാങ്കിൽ കൃത്യമായി നിക്ഷേപിക്കുവാൻ സാനിക്കറിയാം. ഇനി പ്രേരിത പ്രജനനം അഥവാ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് വേണമെങ്കിൽ അതിനും മുഷികൾ തയ്യാറത്രേ. ഗൊണോഡോട്രോപ്പിൻ ഹോർമോൺ ഉപയോഗിച്ചാണ് പ്രേരിത പ്രജനനം നടത്തുക. മുഷിമേനിയുടെ പാർശ്വരേഖകൾക്ക് ഇരുപാദങ്ങളിലുമായാണ് കുത്തിവെപ്പ് നൽകുക. സാധാരണഗതിയിൽ 70,000-ഓളം മുട്ടയിടുന്ന മുഷി അതിൻ്റെ 3 ഇരട്ടിയോളം മുട്ടയിടാൻ പ്രേരിത പ്രജനനത്തിൽ സന്നദ്ധരാകും. 18 മണിക്കൂറിനുള്ളിൽ തന്നെ മുട്ടകൾ നിക്ഷേപിക്കുകയും വിരിയുകയും ചെയ്യും. അതിവേഗമാണ് മുഷിയുടെ വളർച്ച. ജന്തുപ്ലവകങ്ങളും സസ്യപ്ലവകങ്ങളും തീറ്റയാക്കുന്നതോടൊപ്പം ചെറുപ്രാണികളെയും വരെ മുഷി അകത്താക്കി കളയും. 10 മാസം പ്രായം കൊണ്ട് തന്നെ 300 ഗ്രാമോളം തൂക്കമെത്തുവാൻ നാടൻ മുഷി തയ്യാർ. അതുകൊണ്ട് തന്നെയാണ് നാടൻ മുഷിക്ക് മത്സ്യപ്രേമികളുടെ ഹൃദയത്തിൽ ഒരിടമുണ്ടായത്. ഇനി വരുന്നു സാക്ഷാൽ രുചിരാജൻ വരാൽ. ചന്ന സ്ട്രയേറ്റ എന്നാണ് വരാലിൻ്റെ ശാസ്ത്രനാമം. തണുപ്പിൽ പരാജയപ്പെടുന്ന ഒരു മത്സ്യമാണ് വരാൽ. വേനൽക്കാലത്തെ ചെറിയ ജലസമൃദ്ധി മതി വരാലിന് വളരാൻ. കേരളത്തിലും കർണാടകയിലും ആന്ധ്രയിലുമെല്ലാം വരാലിനെ കണ്ടെത്താം. പൂർണ്ണമായും അന്തരീക്ഷവായു ശ്വസിക്കുന്ന മത്സ്യമെന്ന ഖ്യാതി വരാലിനുണ്ട്. സ്വാഭാവിക പ്രജനനമാണ് വരാലിനും ഇഷ്ടം. FRP ടാഗുകളിൽ ഒരു പരിധിവരെ അതൊക്കെ സാധ്യമാണ്. എങ്കിലും പ്രേരിത പ്രജനനം വരാലിൽ പരീക്ഷിക്കുന്നുണ്ട്. പുലിമുഖം ഹാച്ചറി എന്നും അതിൽ മുന്നിൽ നിന്നിട്ടുണ്ട്. സാധാരണ നാടൻ മത്സ്യങ്ങളിൽ ഇന്ന് ഏറ്റവും ഹരമായിക്കൊണ്ടിരിക്കുന്ന മത്സ്യം വരാൽ തന്നെ. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ തൂക്കവും രുചിയും തന്നെ. കറിക്കായാലും പൊള്ളിച്ചതായാലും മപ്പാസിനായാലും എല്ലാം വരാൽ മിടുക്കൻ തന്നെ. 7 മുതൽ 8 മാസം കൊണ്ട് തന്നെ 1 കിലോ തൂക്കമെത്തുന്നവരാണ് വരാലുകൾ. 1 കിലോ തൂക്കമെത്തിയാൽ 15,000 മുതൽ 20,000 വരെ മുട്ടകളിടാൻ അവർ തയ്യാർ. സാനിപ്പോൾ ഏറ്റവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫിഷ് എന്ന് പറയുന്നത് വരാലാണ്. അതെ, കാരണം നിരവധി ആളുകൾ പ്രത്യേകിച്ച് ഹോട്ടലിൽ നടത്തുന്നവർ, നാടൻ മത്സ്യങ്ങളെ പരിപാലിക്കുന്നവരൊക്കെ വരാലിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരാലിലേക്ക് പോകാനുള്ളൊരു കാരണം? നമ്മുടെ നാടൻ മത്സ്യ കൃഷി രീതികൾ തന്നെ ഏറ്റവും അനുയോജ്യമായ കൃഷി രീതിയാണ് വരാൽ മത്സ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചറും നമ്മുടെ വെതർ കണ്ടീഷൻസ് എല്ലാം വെച്ച് നമുക്ക് ഈസിയായി ഒത്തിരി ഗ്രോത്ത് കിട്ടുന്നൊരു ഫിഷാണ് വരാൽ മത്സ്യം. വരാലിനെ നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് വൈകിയോ? തീർച്ചയായും കുറച്ചധികം വളരെ വൈകിയതിന് ശേഷമാണ് നമുക്കിപ്പോൾ വരാൽ മത്സ്യത്തിൻ്റെ കൃഷി രീതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കൂടി വന്നാൽ ഒരു 2-3 വർഷം മാത്രമായിട്ടുള്ളൂ വരാൽ കൃഷിയിലേക്ക് കേരളത്തിലെ ആ ഒരു ട്രെൻഡ് വന്ന് തുടങ്ങിയത്. നല്ല രുചിയുള്ള മത്സ്യമാണ്. അപ്പോൾ ഇത് നിലനിൽക്കുന്നതാണോ? വരാൽ മത്സ്യം നല്ലപോലെ ഡിസീസ് ഹോൾഡിംഗ് കപ്പാസിറ്റി എല്ലാം ഉള്ള ഫിഷ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കൾച്ചർ മെത്തേഡ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫിഷ്. ഇതൊരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 7 മാസം കൊണ്ട് എത്രത്തോളം വളരും? ഒരു 7 മാസം കൊണ്ട് നമുക്ക് 1 കിലോ ഈസി ആയിട്ട് കിട്ടുന്നൊരു ഫിഷാണ് വരാൽ മത്സ്യം. ഇതിനെ ഇപ്പോൾ ഈ വരാൽ മത്സ്യങ്ങളുടെ ഇങ്ങനെ കൃത്രിമ അല്ലെങ്കിൽ പ്രേരിത പ്രജനനം അതൊക്കെ സാധ്യമാണ്? ഇൻഡ്യൂസ് ബ്രീഡിംഗ് തീർച്ചയായും വരാൽ മത്സ്യത്തിൽ സാധ്യതമാണ് നമുക്ക്. ഇപ്പോൾ നിങ്ങൾ പുലിമുഖം ഹാച്ചറി തീർച്ചയായിട്ടും സാനിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇൻഡ്യൂസ് ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ. അത് എത്രത്തോളം വിജയകരമാണ്?
നമുക്ക് പൂർണ്ണമായും 100% തന്നെ വിജയമാണ് വരാൽ മത്സ്യം. നമ്മളിവിടെ വരാൽ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ്ലി ഇൻഡ്യൂസ് ബ്രീഡിംഗ് ചെയ്യുന്ന ഫിഷസിനാണ് കൊടുക്കുന്നത്. പുലിമുഖത്തെ മൂന്നാമത്തെ താരമത്സ്യത്തെ അന്വേഷിച്ച് ഞങ്ങൾ ചെന്നു. മറ്റാരുമല്ല, അത് അനബസ് തന്നെ. തെക്കനേഷ്യയിലാണ് അനബസിൻ്റെ ജനനം. ഒരുപക്ഷെ കേരളക്കാർ അനബസിനെ കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. അനബസ് ടെസ്റ്റിഡ്യൂനിയസ് എന്നാണ് ശാസ്ത്രനാമം. കൈതക്കോര അഥവാ കല്ലേപുട്ടി മത്സ്യം രൂപാന്തരം പ്രാപിച്ച് അനബസായി എന്ന് പറയാം. മഴയിൽ അനബസ് മത്സ്യത്തിൻ്റെ ദേശാടനം ഒരു കൗതുകമാണ്. അന്തരീക്ഷവായു ശ്വസിക്കുവാൻ കഴിയുന്ന മത്സ്യമാണ് അനബസ്. ഒരുപക്ഷെ 2-3 മണിക്കൂർ കരയിൽ ജീവിക്കാനും അവർ തയ്യാർ. മരം കയറി മത്സ്യമെന്നാണ് അനബസിനെ അറിയപ്പെടുക. വെള്ളച്ചാലുകൾക്ക് എതിരെ നീന്തുന്നവരാണ് അനബസ് മത്സ്യങ്ങൾ. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഒരുപക്ഷെ അവരെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. വെള്ളമൊഴുകുന്നതിന് എതിർദിശയിലേക്ക് നീന്തി ഒരുപക്ഷെ ചെളിയിലേക്ക് കയറാൻ അവർ തയ്യാറാകും. 6 മാസം കൊണ്ട് തന്നെ 1/2 കിലോ തൂക്കമെത്തുന്നവരാണ് അനബസ് മത്സ്യങ്ങൾ. കണ്ടാൽ അത്ര അഴകൊന്നുമില്ലെങ്കിലും രുചിയിൽ കേമർ തന്നെ അനബസ്. പുലിമുഖം ഹാച്ചറിയിൽ അനബസിന്റെ പ്രേരിത പ്രജനനം നടക്കുന്നുണ്ട്. പാർശ്വരേഖയ്ക്ക് ഇരുവശവുമായി ഹോർമോണുകൾ കുത്തിയാൽ 1 കിലോ മത്സ്യം 2 മുതൽ 3 ലക്ഷം വരെ മുട്ടകളിടാം. 1998 വിയറ്റ്നാമിലാണ് അനബസിന്റെ കൃഷി വികസിപ്പിച്ചത്. നിങ്ങളിപ്പം തിരഞ്ഞെടുത്തേക്കുന്ന മത്സ്യങ്ങൾ ഉദാഹരണമായിട്ട് വരാൽ, അതോടൊപ്പം തന്നെ മുഷി, അതോടൊപ്പം തന്നെ അനബസ്, ചേർമീൻ, ഈ മത്സ്യങ്ങളെ മാത്രം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഇത് ശ്രദ്ധിക്കാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മുടെ നാടൻ മത്സ്യങ്ങളെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് എപ്പോഴും ആ ഒരു ഇത് നിൽക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നാടൻ മത്സ്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ബ്രീഡിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം ഈ മത്സ്യപ്രേമികൾ, മത്സ്യരുചിപ്രേമികൾ ഇത് സ്വീകരിക്കുന്നുണ്ട്? വളരെയധികം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സീഡ്സ് തന്നെ വരുന്നത് നമുക്ക് വരാലിൻ്റെ സീഡ്സാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈസി ആയിട്ടുള്ള കൾച്ചർ മെത്തേഡും അതിൻ്റെ ടേസ്റ്റും പണ്ട് തൊട്ടേ വരാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വരാൽ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സീഡ്. പലപ്പോഴും ആരും അത് അങ്ങനെ എത്ര പെട്ടെന്ന് ചത്തുപോകില്ല എന്ന് കരുതുന്ന മീനുണ്ട് അനബസ്. അതെ, ഈ അനബസിൻ്റെ ഒരു വലിയ കൾച്ചർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഇപ്പോഴും ചെയ്യുന്നുണ്ട് അനബസ്. അനബസും വരാലിനെയും രണ്ടിൻ്റെയും ഗുണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടും എയർ ബ്രീത്തിങ് ഫിഷസ് ആണ്. അപ്പോൾ എയർ ബ്രീത്തിങ് ഫിഷസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് കറണ്ട് പോയി എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് ഓക്സിജൻ ഡിപ്രഷൻ വന്നു. അതെ അതെ, അതുകൊണ്ട് തന്നെ കൾച്ചർ കുറച്ചുകൂടി ഈസിയാണ്. ചേറുമീൻ എന്നാൽ അധികം പേർ കേട്ട് കാണില്ല. ചന്ന മറൂലിയസ് എന്നാണ് ചേറുമീൻ്റെ ശാസ്ത്രനാമം. കുട്ടനാട്ടുകാർക്ക് ചേറുമീനെ അറിയാം. മഴക്കാലത്ത് ചേറുമീനെ പിടിച്ച് കപ്പയുമായി കറിവെച്ചാൽ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെ. ഇനി കുടംപുളിയിട്ട് മൺചട്ടിയിൽ കറിവെച്ച ചേറുമീൻ്റെ കറി കുട്ടനാട്ടിലെ ഷാപ്പുകളിൽ പതിവാണ്. തണുപ്പ് കൂടിയ ഇടമാണ് ചേറുമീന് നല്ലത്. ചേറുമീൻ അധികമൊന്നും വലുതാകില്ല. 1 വർഷം കൊണ്ട് 1.5 മുതൽ 2 കിലോ തൂക്കമേ എത്തും. പ്രേരിത പ്രജനനത്തിനും ചേറുമീനെ പരീക്ഷിക്കുന്നുണ്ട് പുലിമുഖം ഹാച്ചറിയിൽ. ചെറിയ കുഞ്ഞുങ്ങളെ ശേഖരിച്ച് അവയെ മാതൃമത്സ്യങ്ങളാക്കി മാറ്റുവാനുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു മീനാണ് ചേറുമീൻ. അതെ, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ? ചേറുമീൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ഫിഷാണ്. ചന്ന മെറൂലിയസ് എന്നാണ് ചേറുമീൻ്റെ സയൻറ്റിഫിക് നാമം വരുന്നത്. ചെറുമീൻ കൾച്ചർ ഞങ്ങളിപ്പോൾ ട്രയൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് ചെറുമീൻ്റെ സീഡ്സിനെ വൈൽഡ് കോട്ടായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഇനി പെല്ലറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൾച്ചർ പോസിബിൾ ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോസിബിൾ ആണെങ്കിൽ നമ്മൾ അതിൻ്റെയും ഇൻഡ്യൂസ് ബ്രീഡിംഗ് ടെക്നോളജി ദൈവം സഹായിച്ച് കണ്ടുപിടിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ കുളങ്ങളിലും ചെറിയ കുളങ്ങളിലും വീട്ടുകുളങ്ങളിലും മത്സ്യങ്ങളെ വളർത്തുവാൻ എത്തുന്നവർ പുലിമുഖം ഹാച്ചറിയെ സമീപിക്കാറുണ്ട്. കുളം നന്നാക്കുന്നത് ഉൾപ്പെടെയുള്ള പഠനം അവിടെ പതിവാണ്. ഹാമിയയ്ക്കാണ് പുലിമുഖത്ത് അതിൻ്റെ ചുമതല. പ്രേക്ഷകർക്ക് ചില സംശയങ്ങളുണ്ട്. അതായത് നല്ലൊരു മത്സ്യകൃഷി നടത്താൻ ഒരു നല്ല മത്സ്യക്കുളം എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് ചില സംശയങ്ങളുണ്ട്. ഹാമിയയ്ക്ക് എന്ത് പറയാനുണ്ട്? ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഒരു മത്സ്യകൃഷിയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് ഫിഷസിനെ അതിൽ നിന്ന് എടുക്കുക എന്നതാണ്. കംപ്ലീറ്റ് അതിനെ ഡ്രെയിൻ ചെയ്യുക. ഒരു പോണ്ട് നമുക്ക് പഴയതാണെങ്കിൽ കംപ്ലീറ്റ് വാട്ടേഴ്സ് ഡ്രെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് അൺവാണ്ടഡ് വീഡ്സ് ഉണ്ടാവും, ഫിഷസ് ഉണ്ടാവും, അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടാവും. അതിനെയെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഒരു സൺ ഡ്രൈയിങ് കൊടുക്കുക. ഈ അൺവാണ്ടഡ് ഫിഷസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിനകത്തുള്ളത്? നമ്മൾ കളമീൻ എന്ന് പറയില്ലേ മലയാളത്തിൽ, മലയാളത്തിൽ. അതായത് എപ്ലോഗൈലസ് സ്പീഷീസിൽ വരുന്ന നമ്മുടെ മാനത്ത് കണ്ണി, പൂച്ചാട്ടി എന്നൊക്കെ പറയുന്ന ഫിഷസ്. പിന്നെ നമ്മുടെ കുട്ടനാട്ടിലാണെങ്കിൽ ചെറിയ ചെറിയ എല്ലാം ഉണ്ടാവും. അതെ, പരൽ, ആമ, തവള എല്ലാം ഉണ്ടാവും. എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതിനെയും ഒക്കെയും അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ഇത് കൂടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓക്സിജൻ പ്രോബ്ലംസ് ഉണ്ടാവും. ഫോട്ടോസിന്തസിസ് ഒക്കെ കൂടി വരുമ്പോൾ അത് ധാരാളമായി നമ്മുടെ ഡിപ്ലീഷൻ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കഴിയും? അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സൺഡ്രൈയും കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിനെ അവോയ്ഡ് ചെയ്യാം. വേണമെന്നില്ല, മാനുവലി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതൊരു കോസ്റ്റ് കൺസ്യൂമിങ് ആണ്. അതിന് പകരം നമുക്കിപ്പോൾ ഒരു സൺഡ്രൈയും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ലെവൽ എന്ന് പറയുന്നത് ഇങ്ങനെ സമാന്തരമായിട്ട് നിരപ്പായിട്ട് ഇരിക്കണമെന്നുണ്ടോ? നിരപ്പായിട്ട് നിന്നാൽ കുഴപ്പമില്ല, പക്ഷെ അതിലും ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് എപ്പോഴും തിയററ്റിക്കലി പറയുന്നത് ഒരു കർവ് കൊടുക്കുക. ഒരു ബോട്ടത്തിൽ ഒരു കർവ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ടെങ്കിൽ ആ കർവിലേക്ക് വരും. അപ്പോൾ നമുക്കതിനെ എടുത്ത് മാറ്റാൻ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാറ്റ് ബോട്ടം ഇതല്ല, എന്താ ടാങ്ക്സ് അല്ല യൂസ് ചെയ്യുന്നത്. അവരെപ്പോഴും ഒരു ചെറിയൊരു കോണിക്കൽ ഷേപ്പ് ഉണ്ട് ആ ടാങ്കിന്. അപ്പോൾ എന്താ വെച്ചാൽ ഡ്രെയിനേജ് ഈസി ആക്കാനൊക്കെ ആയിട്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ പമ്പാതീരത്തെ വെള്ളം എങ്ങനെ ഉണ്ട്? വളരെ നല്ല വെള്ളമാണ്. എന്താ വെച്ചാൽ pH ഒക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള pH ആണ്. നമുക്ക് അധികം ഇപ്പോൾ ഒരു 6.5 to 7 ആയിരിക്കും നമ്മുടെ നാച്ചുറൽ വാട്ടേഴ്സിലെ pH വരുന്നത്. ആ pH വളരെ നല്ലതാണ്. നമുക്ക് പിന്നെ നമ്മൾ ഓരോ ഫിഷിനനുസരിച്ച് മാറ്റാം. ഇപ്പോൾ യൂഷ്വലി നമ്മളൊരു ഇപ്പോൾ അനബാസ് തിലാപ്പിയ ഒക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. ഒരു 7.5 to 8 വരെയൊക്കെ പോകാം. പമ്പാ നദിയിൽ നീണ്ടുകിടക്കുന്ന വലക്കൂടുകളിൽ അലങ്കാര മത്സ്യങ്ങളുണ്ട്. കോയിക്കാർപ്പുകളാണ് അതിൽ ഏറെയും. ജപ്പാനിലെ യമക്കോഷി ഗ്രാമത്തിൽ വികസിപ്പിച്ചവരാണ് കോയിക്കാർപ്പ് മത്സ്യങ്ങൾ. കോയിക്കാർപ്പും ഗോൾഡ് ഫിഷും ഉൾപ്പെടെയുള്ള ധാരാളം മത്സ്യങ്ങൾക്ക് ഈറ്റില്ലമാകുന്നുണ്ട് പമ്പ. അലങ്കാര മത്സ്യകൃഷിയിലും കേരളത്തിന് ഇനി അനവധി സാധ്യതകളുണ്ട്. പുലിമുഖം ഹാച്ചറി സന്ദർശിച്ച മുൻ ഫിഷറീസ് മേധാവി എ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ശ്രീ, ഫോട്ടോഗ്രാഫി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഹോബിയായി കരുതപ്പെടുന്നത് അലങ്കാര മത്സ്യ വളർത്തലാണ്. കേരളത്തിലത് അത്രത്തോളം ആയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഹോബി ആയിട്ടുണ്ട്? ഇല്ല, കേരളത്തിൽ ആ തരത്തിലേക്ക് നമ്മുടെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെന്നൊരിയിൽ മറ്റ് വിദേശ സിംഗപ്പൂർ പോലെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലോ ഉള്ള രീതിയിലേക്ക് കേരളത്തിൽ വളർന്നിട്ടില്ല. ഇന്ത്യയിലും തന്നെ മൊത്തത്തിൽ എടുത്ത് തന്നെ എത്തിയിട്ടില്ല. അല്ല, ഇത്രയധികം ജലാശയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ 44ഓളം നദികളുണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെ വിസ്തൃതമായ ഒത്തിരി നദികളുണ്ട്. എന്നിട്ടൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലങ്കാര മത്സ്യകൃഷി കേരളത്തിലൊന്നും വ്യാപകമാകാതിരിക്കുന്നത്? ഇതിന് പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആൾക്കാരിലെ കുട്ടികൾ തൊട്ട് സ്കൂൾ കോളേജ് തൊട്ട് തന്നെ ഈ പെറ്റ്സിനെ കീപ്പ് ചെയ്യുന്നതും അതിൻ്റേതായിട്ടുള്ളൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് പെറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആൾക്കാർ കൂടുതലും പട്ടി അല്ലെന്നരിയിൽ ഇതെന്നുള്ള നിലയിൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഇതിൻ്റെ ഈ മറ്റ് പെറ്റ്സിനെ വളർത്തുന്ന അപേക്ഷിച്ചിട്ട് മത്സ്യത്തെ ഒരു പെറ്റായിട്ട് കണക്കാക്കാൻ വളരെ ഈസിയാണ്. താനും മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ആൾക്കാർ അത്രയധികം അവബോധമില്ല. ഒരു കാര്യം അതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും അക്വേറിയങ്ങളൊക്കെ തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിനകത്തെ മത്സ്യങ്ങൾ ചത്തു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ഹോബി ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത. ശാസ്ത്രീയമായിട്ടുള്ള പഠനം ഇല്ലാത്തതുകൊണ്ടാണ്? ശാസ്ത്രീയമായ പഠനം ഇല്ലാത്തതുകൊണ്ടല്ല. ഈ അക്വേറിയങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അതിലേതൊക്കെ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും നമ്മുടെ ആൾക്കാരിലേക്ക് അതിപ്പോഴും എത്തിയിട്ടില്ല. FRP ടാങ്കുകളിലും നദിയിലുമൊക്കെയായി മത്സ്യങ്ങൾ പിറന്നു വീഴുന്നത് പുലിമുഖത്ത് പതിവാണ്. 1-2 1 കോടിയോളം മത്സ്യങ്ങൾ വരെ ഒരു തവണ ഉണ്ടായേക്കാം. അതൊക്കെയും പേരറിയാത്ത കുളങ്ങളിലേക്കും പേരറിയാത്ത ഇടങ്ങളിലേക്കും യാത്ര ചെയ്യുകയാണ്. പമ്പാ നദിയുടെ തീരത്തു നിന്നും ഒരു മത്സ്യ ഇതിഹാസം കൂടി പിറന്നു വീഴുന്നു. അതിനൊക്കെയും സാക്ഷിയായി പുലിമുഖം ഹാച്ചറി ഉണ്ട്. എത്ര മീനിട്ടാൽ എത്രത്തോളം തീറ്റ കൊടുക്കണം? പലരുടെ ഒരു സംശയം. 10% ഓഫ് ദ 5 to 10% ഓഫ് ദ ബോഡി വെയിറ്റ് എന്നാണ് നമ്മൾ സാധാരണയായി പറയുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയുക, ഇപ്പം ഓരോ ഫിഷസിനും ഓരോ രീതിയാണ്. ഇപ്പോൾ ഒരു ചന്ന സ്ട്രയാറ്റസ്, നമ്മുടെ സാധാരണ വരാലെന്ന് പറയുന്ന സ്പീഷീസ്, വരാലിന് നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തീറ്റ എത്ര നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ച് വളരും. FCR കൂടുതലുള്ള ഫിഷാണ്. അപ്പം നമ്മൾ കൂടുതൽ അതിന് ഫിഷസ് കൊടുത്ത് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പെട്ടെന്ന് ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു 5 times ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഫീഡിങ് ടൈം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് കാനബാലിസം ഉണ്ടാകും. അപ്പം പിടിച്ചു തിന്നുന്ന ഒരു സ്വഭാവക്കാരാണ് വരാലൊക്കെ. അപ്പോൾ അത് കാരണം അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീഡിങ് ഇൻ്റർവെൽസ് കൂട്ടുന്നത്.
അപ്പോൾ ഈ അമിതമായ ഫീഡ് ചിലപ്പോൾ ജലത്തെ മലിനമാക്കുമെന്നുള്ളൂ. വരാൽ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ വാട്ടർ ക്വാളിറ്റി നല്ലപോലെ ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാട്ടർ റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. ഒട്ടും ശ്രദ്ധിക്കേണ്ടാത്ത, അതായത് കൊണ്ട് ഉപേക്ഷിച്ചാൽ പോലും വളരുന്ന ഒരു മീനാണ് അനബസ്. അതെ അതെ, തീർച്ചയായും. അത് രുചിയുണ്ടോ? രുചിയുണ്ട് തീർച്ചയായും. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ ഹാം ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? തീർച്ചയായും. നമ്മുടെ ഹാച്ചറിയിലുണ്ടല്ലോ അനബാസ് ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ മീനെയും ഭക്ഷിക്കാറുണ്ട്. അല്ല, പൊതുവെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് കഴിക്കാൻ പേടി തോന്നുന്നു. അതെ അതെ, ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. രുചിയിൽ നല്ലതാണ്. ഇപ്പം ഇവിടെ ഉള്ളതിൽ ഇപ്പം വരാലുണ്ട്, ചെറുമീനുണ്ട്, അതോടൊപ്പം മുഷിയുണ്ട്, അനബസ് ഉണ്ട്. ഏറ്റവും രുചിയുള്ള മീനത്? എനിക്ക് വരാലാണ് ഇഷ്ടം. നമ്മളൊരു കുട്ടനാട്ടുകാരിയല്ലേ, അപ്പൊ വരാല്. പിന്നെ ഇപ്പൊ തിലാപ്പിയോടൊരു ചെറിയ ഇഷ്ടം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് കരിമീനെയൊക്കെ പോലെ സാദൃശ്യമുള്ള ഇച്ചിരി കൂടി ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫിഷാണ് അത്. പക്ഷെ കേജ് കൾച്ചർ ആണെങ്കിൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ട് കൂടുതൽ പ്രിയം വരുന്നുള്ളൂ. വെള്ളത്തിൽ നിന്ന് ഹാമിയയും സാനിയുമൊക്കെ വാരിയെടുക്കുന്നത് മത്സ്യങ്ങളല്ല, മുത്തുകളാണ്. അതിന് പ്രത്യേക പരസ്യവാചകം ആവശ്യമില്ല. നേരാം ഭാവുകങ്ങൾ.